ഈ ഫിറോസ് അലി മരിക്കുമ്പോൾ ഞാൻ ഈ വിവരം അറിയുന്നത് വിദേശത്ത് വെച്ചാണ്. ഞാനപ്പോൾ സിംഗപ്പൂരിലായിരുന്നു. ഒരു സ്നേഹിതൻ്റെ വാട്സപ്പ് മെസ്സേജാണ് എനിക്ക് കിട്ടിയത്. ചെറുതായി ഞാനിതിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ അവർ പെട്ടെന്നുണ്ടായ സോക്കറിന് മരിച്ചതാണെന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയത്. ഡീറ്റെയിൽസ് ഒന്നും അയച്ചില്ല. ഞാൻ അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ നാട്ടിലേക്ക് മടങ്ങിയത്. നാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ വഴിയിൽ വെച്ചാണ് മറ്റൊരു വാട്സാപ്പിൽ ഈ മരിച്ച ഫിറോസ് അലിൻ്റേതായി പറയപ്പെടുന്ന വാട്സപ്പ് മെസ്സേജ് കണ്ടത്. അപ്പോൾ എനിക്ക് വളരെയധികം ദുഃഖവും വേദനയും തോന്നി. ഞാൻ നാട്ടിലെത്തി പിറ്റേ ദിവസം ഈ വീട് സന്ദർശിച്ചു. ഫിറോസ് അലിയുടെ വാപ്പയും ഉമ്മയും എൻ്റെ വിദ്യാർത്ഥികളാണ്, ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ്. അവരുടെ മക്കളെയും ഞാൻ അറിയും. ഫിറോസ് അലിയുടെ ഈ ദുഃഖകരമായ ഈ മരണം വാസ്തവത്തിൽ എന്നെയും വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ ആ വീട്ടിൽ ചെന്നു. പിന്നെ അവരുടെ ഉമ്മയെയും അതുപോലെ തന്നെ പാപ്പ അമീർ അലിയെയും ഉമ്മ സുലൈഖയെയും ഞാൻ ആശ്വസിപ്പിച്ചു. അവരുമായിട്ട് സംസാരിച്ചു. ഫിറോസ് അലിയുടെ അനിയൻ സഫർ അവിടെ ഉണ്ടായിരുന്നു. അവനാണ് ഈ കുട്ടിക്ക് വേണ്ടി അവരെ നടത്തിയിട്ടുള്ള ചികിത്സയെക്കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് തന്നത്. സഫർ എന്നോട് എല്ലാ റെക്കോർഡും എൻ്റെ മുമ്പിൽ വെച്ചു. സഫർ അവര് കോഴിക്കോട്ടുള്ള മിക്കവാറും എല്ലാ ഹോസ്പിറ്റലിലും അവർ പോയി. അവര് പിന്നെ മിംസ് ഹോസ്പിറ്റലിൽ പോയി, മൈത്രയിൽ പോയി. ഇങ്ങനെയുള്ള വിവിധ ആശുപത്രികളിലുള്ള ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻസ്, അവര് ടെസ്റ്റിന് വേണ്ടി എഴുതി കൊടുത്ത പ്രിസ്ക്രിപ്ഷൻസ്, എല്ലാ രേഖകളും എനിക്ക് കാണിച്ചു തന്നു. അതിൽ മിക്ക ഡോക്ടർമാരും ഞാൻ നേരിട്ട് അറിയുന്ന ഡോക്ടർമാരുമാണ്. കാരണം അതിലൊക്കെ പ്രഗത്ഭന്മാരാണ്. അങ്ങനെ ഒരു കുടുംബത്തിന്, ആ കുടുംബത്തിലെ ഒരു അംഗത്തിന് രോഗമുണ്ടാകുമ്പോൾ ആ കുട്ടിയെ രക്ഷിക്കാൻ ഒരു കുടുംബത്തിന് എന്തെല്ലാം ചെയ്യേണ്ടതുണ്ടോ അതിലപ്പുറം ഈ കുടുംബം ഈ കുട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമായി. അതൊക്കെ രേഖകൾ കൊണ്ട് തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു, അവരുടെ വാക്കുകൊണ്ടല്ല. അങ്ങനെ ഇതെല്ലാം കേട്ടു, ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ വാർത്തയെക്കുറിച്ച് അവരോട് സംസാരിച്ചത്. ഈ സംഭവം ദാരുണമായ, കുടുംബത്തിനേറ്റ ദാരുണമായ ഈ സംഭവം അവര് നിരാശരായപ്പോൾ, ഈ കുട്ടിക്ക് തന്നെ ഞാൻ ഇനി ജീവിക്കില്ല, എൻ്റെ അവസാനമാണെന്ന് ബോധ്യം വന്നപ്പോൾ അവരുടെ മനസ്സ് തന്നെ വിഭ്രാന്തിയിലാണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു വൈബ്രേഷൻ, അവനൊന്നിലും ഉറച്ചു നിൽക്കാൻ കഴിയാത്ത, ഒരഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത, ഒന്നും ഒരേ സമയത്ത് പലതിനെക്കുറിച്ചും പലപ്പോഴും പറയുന്ന അങ്ങനത്തിലുള്ള ഒരു അസ്ഥിരത അവൻ്റെ വാക്കുകളിലും ചിന്തകളിലും ഉണ്ടായി. അത് സ്വാഭാവികം മാത്രമാണ്. അങ്ങനെ ഒരു ദിവസം ഈ കുട്ടി പറഞ്ഞ്, ഇങ്ങനെ ചരണിയിലൊരു ആ സ്ഥാപനമുണ്ട്, അവർ ദ്വാ കൊണ്ടും മറ്റ് ചികിത്സ കൊണ്ടും മാറ്റാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്നെ അവിടെ ഒന്ന് കൊണ്ടുപോകണം. അപ്പോൾ രക്ഷാകർത്താക്കൾ, അനിയന്മാരെ തീരുമാനിച്ചു, അങ്ങനെ ഓനൊരു മകന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആയിക്കോട്ടെ, അവൻ്റെ അവസാനത്തെ ആഗ്രഹം അതും കൂടി നിറവേറ്റാമെന്ന് വിചാരിച്ചാണ് ഇവർ അവിടെ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി കുറച്ച് ദിവസം കഴിഞ്ഞു. കുറച്ച് ദിവസം അവർ ദിവസം പോയി വരലായി. രാവിലെ പോകും, വൈകുന്നേരം മടങ്ങും. അങ്ങനെ ആ ദിവസങ്ങളിലൊക്കെ തണുപ്പ് ദിവസമായതുകൊണ്ട് അത് പിന്നെ ഒഴിവാക്കി അവിടെ ഒരു ലോഡ്ജ് എടുത്ത് താമസിച്ചു. ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് അതിൽ താമസിച്ച് ദിവസം രാവിലെ ഈ ചികിത്സാലയത്തിൽ കൊണ്ടുപോയി അവിടെ ഈ കുട്ടിയെ കാണിച്ചു, അവരുടെ ചികിത്സ നടത്തി അവർ പോകും. ഇങ്ങനെയാണ് ആ സംഭവം ഉണ്ടായത്. അതിനുശേഷം അവിടെ നിന്ന് അവർ പോന്നിട്ട് വീണ്ടും അവർ നേരെ
നിംസ് ഹോസ്പിറ്റലിലേക്കും അതുപോലെ തന്നെ എറണാകുളം ഹോസ്പിറ്റലിലേക്കും അവർ ഈ കുട്ടിയെ കൊണ്ടുപോയി. 40 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരുന്നത്. അവസാനം ഞങ്ങളുടെ നാടിൻ്റെ തൊട്ടടുത്തുള്ള വണ്ടൂരിലെ നിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെയ്തു. അപ്പോൾ അവിടെ ഒന്നും ഈ കുട്ടിക്ക് ഇവരെ പറ്റിയോ അല്ലെങ്കിൽ ഈ ചികിത്സാലയത്തിലെ ക്രൂരമായ അവിടുത്തെ ചികിത്സയെക്കുറിച്ചൊന്നും ഇവരൊരു പരാതിയും പറയാനുണ്ടായിരുന്നില്ല. ആരും ഒരു പരാതിയും പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഈ അവിടെ നിന്ന് പിരിഞ്ഞ് 14 ദിവസം കഴിഞ്ഞ് നിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ തിരിച്ചു വന്നിട്ടാണ് ഈ കുട്ടി മരിക്കുന്നത്. ഇതിലെവിടെയാണ് പന്തി കേട് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ വളരെയധികം ആ കാര്യം ചിന്തിച്ചു. തിരക്കിടില്ല, ഈ കുട്ടിയെ അവിടെ ആക്കി ഇവരെല്ലാം വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഈ കുട്ടി ഒറ്റയ്ക്ക് അവിടെ താമസിക്കുന്നു. മാസം ദിവസേന 10,000 ഉറുപ്പിക കൊടുക്കുന്നു. ഇതൊക്കെ ശുദ്ധകളവാണ്. ഞാൻ പല നിരക്കും അന്വേഷിച്ചു. അവിടെ 7,000 ഉറുപ്പിക ഈ ലോഡ്ജിന് വാടക കൊടുത്തിരുന്നുള്ളത് ഒഴിച്ചാൽ ഒരു ചെലവും ഇവർക്ക് ആ വീട്ടിലുണ്ടായിട്ടില്ല, ആ ചികിത്സാലയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരിക്കലും ഇവർ തൻ്റെ കുഞ്ഞിനെ തൻ്റെ യു വാസ് എൻ ഏണിംഗ് മെമ്പർ. ആ വീട്ടിലെ നല്ല ബിസിനസ് നടത്തി ആ വീടിൻ്റെ സാമ്പത്തിക ഭദ്രതയെ സംരക്ഷിക്കുന്ന കൂട്ടത്തിൽ ഒരാളാണ്. അങ്ങനെയുള്ളൊരു കുട്ടിയാണ്. അതുകൊണ്ട് ഒരിക്കലും അവനെ ഉരുതി കൊടുക്കുന്ന ഒരു പ്രശ്നം ആ വീട്ടിലുണ്ടാകേണ്ട കാര്യമല്ല, ഉണ്ടായിട്ടുമില്ല. രണ്ടുപേരും ബാപ്പയും ഉമ്മയും അവരുടെ കുടുംബങ്ങളെല്ലാവരും പുരോഗമന ചിന്താഗതിക്കാരും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരുമാണ്. ഈ കുട്ടിയുടെ വാപ്പ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന നല്ലൊരു രാഷ്ട്രീയ നേതാവായിരുന്നു. ഞങ്ങളുടെയൊക്കെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും പൊതുപരിപാടികളിലും ബാങ്ക് മുതലായ പൊതുസ്ഥാപനങ്ങളിലെ ഡയറക്ടർ ബോർഡ് മുതലായ കാര്യങ്ങളിലും ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ആളാണ്. അങ്ങനെയുള്ള ഒരാൾ ഈ കാര്യത്തിലേക്ക് ഇറങ്ങുമെന്ന് ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതൊരിക്കലും ഉണ്ടായിട്ടുമില്ല. ഞാൻ ഈ കാര്യം മറ്റു പലരോടും അന്വേഷിച്ചതില്ലെന്ന് എനിക്ക് കിട്ടിയ യഥാർത്ഥ റിപ്പോർട്ടാണ്. വാസ്തവത്തിൽ ഈ സംഗതി കുത്തിപ്പൊങ്ങിയത് ഈ കുടുംബത്തെയോ ഈ കുട്ടിയെയോ ഹരിക്കാനല്ല. ഇത് ഒരു മതവിഭാഗത്തിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കവും അവർ തമ്മിലുള്ള വൈരാഗ്യം തീർക്കാനുള്ള കോറലുമാണ്, തമ്മിലുള്ള യുദ്ധമാണ്. അതൊരിക്കലും ഒരു കുടുംബത്തെയും ഒരു ഉമ്മയും ബാപ്പയെയും ഹനിക്കുന്ന രൂപത്തിൽ, കഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ, ദുഃഖിപ്പിക്കുന്ന രൂപത്തിൽ ജനങ്ങൾ മുഴുവനും നാട്ടുകാരും മുഴുവനും ഈ കുടുംബത്തിന് എതിരായി തിരിക്കത്തക്ക രീതിയിൽ ആയിപ്പോകുന്നുണ്ട് എന്ന് ഈ മനുഷ്യർ അല്ലെങ്കിൽ പണ്ഡിതന്മാരെന്ന് വേഷം കെട്ടിയിട്ടുള്ള ഈ രണ്ട് വിഭാഗത്തിലെയും ആൾക്കാർ ചിന്തിക്കുന്നില്ല, ഓർക്കുന്നില്ല എന്നുള്ളതാണ് അതിനൊരു സത്യം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കിംവദന്തികളിൽ നിന്ന് പൊതുജനങ്ങൾ വിട്ടു നിൽക്കണം. നമ്മുടെ അമീർ അലിയുടെയും നമ്മുടെ സുലൈഖയുടെയും മോനെ യഥാർത്ഥ രീതിയിൽ അള്ളാഹുവിലേക്ക് മടക്കപ്പെട്ടു എന്നല്ലാതെ ഒരിക്കലും ഈ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രക്രിയക്ക് അവർ വിധേയനായിട്ടില്ല എന്ന് വളരെ ശക്തമായ ഭാഷയിൽ പറയാൻ എനിക്ക് കഴിയും. പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കും.